എല്ലാവർക്കും നമ്മുടെ XT വേൾഡിന്റെ വേറെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ വെള്ളപ്പൊക്കം ആയതിനാൽ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല, അതുകൊണ്ട് സോറി. ഇന്ന് നമ്മൾ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുക. എനിക്കിപ്പോൾ എക്സാം ആണ്, അതുകൊണ്ട് അതുകൊണ്ട് ചിലപ്പോൾ വീഡിയോ വരയ്ക്കാൻ ചാൻസ് ഉണ്ട്. 22-ാം തീയതി തൊട്ട് നമുക്ക് ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാം. നിങ്ങൾ ഈ ഷെയ്ഡർ കണ്ടു, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിക്കൻ ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ചിക്കൻ ഫാം. പിന്നെ നമ്മൾ കോഴികളെയൊക്കെ പിടിച്ചിട്ട് മുട്ട എടുക്കുന്ന ഈ ടൈപ്പാണ്. മുട്ട വന്നു, 4 മുട്ടയുണ്ട് ഗൈസ്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ 22 ടോർച്ച് ഉണ്ട് ഗൈസ്. നമുക്ക് ഒരു ചുമ്മാ എന്ത് ചെയ്യും, നമുക്ക് സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കാൻ പോകും ഗൈസ്. വലിയ എന്തോ സ്റ്റോണിക്കല്ല, നമ്മൾ നോർമലായിട്ട് കഷ്ടപ്പെടുന്നത്. കോബിൾ സ്റ്റോൺ ഉണ്ട് എൻ്റെ കയ്യിൽ. അത് ഓക്കെ ഗൈസ്, 40 ഉണ്ടാക്കാൻ നമ്മളത് ബിൽഡ് ആക്കുന്നുണ്ട് ഗൈസ്. അതാണ് വീട് പോലെ ആക്കുന്നുണ്ട്. പക്ഷെ 5 ഉള്ളൂ ഗൈസ്. ഇതും കൂടെ കൂട്ടിയത് ഇതായിരുന്നു. ഫുഡൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇത് നമുക്ക് സോർട്ട് ചെയ്യാം ഗൈസ്. ജസ്റ്റൊക്കെ സോർട്ട് ചെയ്ത് വെക്കണം നമുക്കിനി. ഓക്കെ, 5 ആയിട്ടുള്ളൂ. നമുക്കിനി മൈനിങ്ങിന് പോയാൽ കിട്ടും. ഇവിടെ നമുക്ക് മൈനിങ്ങിന് പോകാം ഗൈസ്. കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യാനാണ്, അല്ല ഡയമണ്ട് മൈൻ ചെയ്യാനല്ല. നമ്മൾ മൈനിങ്ങിന് പോവാണ്. ഇവിടെ ഇത് നമ്മുടെ ഷെൽട്ടർ ഉണ്ട്, ഇവിടെ നിന്ന് മൈൻ ചെയ്യണം. ഒരു വില്ലേജർ ഇവിടെ ഉണ്ട്, നമുക്ക് നമ്മുടെ മൈനിങ് ഏരിയയിലേക്ക് ചത്തിട്ടൊക്കെ വരാൻ ഗൈസ്. എത്ര ദിവസമായി കളിച്ചിട്ട്. ഓക്കെ, ഇവിടെ കോബിൾ സ്റ്റോൺ ഉണ്ട്. നമുക്ക് കുറേ ഫർണസ് കാണാം ഗൈസ്. ഗൈസ് ഇവിടെ അയൺ ഉണ്ട് ഗൈസ്. ഇരിക്കട്ടെ, അയണൊക്കെ അത്യാവശ്യമാണ്. ഈ ഡയോട്ട് ഇത് സാധനം ഇതും കൂടെ കൊണ്ടുപോകും, അത് പോളിഷ് ചെയ്യാം ഗൈസ്. നമുക്ക് ഇത് പോളിഷ് ചെയ്ത് പോളിഷ്ഡ് ഡയോറൈറ്റ് ഉണ്ടാക്കാം. ഇത് മൈൻ ചെയ്യാൻ പിന്നെ മതി. നമുക്കിപ്പോൾ കോബിൾ സ്റ്റോൺ ആണ് വേണ്ടത്. നമുക്ക് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യാം ഗൈസ്. ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കാൻ പഠിച്ച സ്തുതിയുടെ വീഡിയോ കണ്ടിട്ടാണ്. നിങ്ങൾ ഈ വീഡിയോയിലായാലും സ്തുതിയുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ സ്തുതിയുടെ വലിയ ഫാനാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ. എപ്പോൾ കോബിൾ സ്റ്റോൺ കിട്ടി? ഓക്കെ, 34 ഉണ്ട്. 34 തികയാനായില്ല. നമുക്ക് 40 എണ്ണം കൊണ്ടുപോകാം ഗൈസ്. നമുക്ക് 44 കോബിൾ സ്റ്റോൺ വേണം. ഇതും കൂടെ കൊണ്ടുപോകാം ഗൈസ്. നമ്മുടെ ഇത് നല്ലൊരു ബ്ലോക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ട ബ്ലോക്കാണ് ഗൈസ്. ഈ ബ്ലോക്ക് കുറേ പേർക്ക് ഇഷ്ടമല്ല, പക്ഷെ എനിക്കിഷ്ടമാണ്. ഞാനിത് കൂടുതലും ബിൽഡാക്കാൻ യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ്. എനിക്ക് ഈ ബ്ലോക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട്. നമുക്ക് ഈ ബ്ലോക്കെല്ലാം മൈൻ ചെയ്യാം ഗൈസ്. ഗൈസ് എനിക്ക് പോസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഷെയർ ഇട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ക്രാഷ് ആവുകയാണെങ്കിൽ നമുക്ക് ഷെയ്ഡ് ഓഫ് ചെയ്യാം ഗൈസ്. നമുക്ക് ഇതെല്ലാം മൈൻ ചെയ്യാം. സ്റ്റാക്ക് ഇരിക്കട്ടെ. നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റും ഗൈസ്. ഒരു സ്റ്റാക്ക് 2 എന്നാൽ ഇച്ചിരി കൂടെ ഇരിക്കട്ടെ ഗൈസ്. നമുക്കിത് മൈൻ ചെയ്ത് 19, 21, 22, 23, 24, 27. ഓക്കെ ഗൈസ്, ലാഗായി. ഞാൻ ചിലപ്പോൾ കണക്ക് തെറ്റി കാണും. 21, 30 ആയി കാണും. ഓക്കെ ഗൈസ്, കറക്റ്റ് 30 ആയിട്ടുണ്ട്. ഞാൻ നോക്കിനി മേളിലോട്ട് പോകും. ഇതും കൂടെ കണക്കാണ്. 31 വിശക്കുന്നു ഗൈസ്. മേളിൽ പോകാൻ വഴിയില്ല. കണ്ടോ ലാഗ് കണ്ടോ?
പറ്റില്ല, നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ കളിച്ച് പഠിക്കാൻ പറ്റും. ഞാൻ പിന്നെ മറ്റേ കീപ്പ് ഇൻവെന്ററി ഓൺ ആക്കിയിട്ടുണ്ട്, അതാകുമ്പോൾ എൻ്റെ കയ്യിൽ റിസോഴ്സസ് ഒന്നും പോകത്തില്ല. ഓ ഷേഡോ സീനെ, ആ ഷേഡോ പൊളിയല്ലേ ഗൈസ്. ഷേഡോ നമ്മൾ യാത്ര വാങ്ങിയിട്ടുണ്ട്. ഓക്കെ ഇറങ്ങും. ഓക്കെ ഗൈസ്, നമുക്കിനി ഇതെന്താ ഫർണസ് ഉണ്ട്. ഫർണസ് 6, 7, 8, 9, 10. ഓക്കെ ഗൈസ്, നമുക്ക് 10 ഫർണസ് ആയിട്ടുണ്ട്. ചെറിയൊരു ബിൽഡാണ് ഗൈസ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ചെറിയൊരു ബിൽഡ്. ഇത് നമുക്ക് 5-5 ആയിട്ട് വേണം ഗൈസ് വെക്കേണ്ടത്, 5-5 ആയിട്ട്. ഇവിടെ ക്രീപ്പർ വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇപ്പൊ തന്നെ ഇവിടെ സ്പൈഡർ നിൽക്കുന്നു, ഇവനെയും കൂടെ പോയില്ല അല്ലേ. ഓക്കെ ഗൈസ്, അവനെ കൊന്നിട്ടുണ്ട്. നമ്മൾ ഹോപ്പർ ഒന്നും വെക്കുന്നില്ല ഗൈസ്, നമ്മൾ നോർമലായിട്ടാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ കോബിൾസ്റ്റോൺ നോക്കണം. ഓക്കെ ഗൈസ്, നമ്മൾ ചെറിയ ലാഗായിട്ടുണ്ട്. ചില സ്ഥലത്തെ കോബിൾസ്റ്റോൺ വെച്ചിട്ടുള്ളൂ, ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെ. നമുക്ക് ഇവിടെയും കൂടെ മാറ്റി ഡയമണ്ട് മാറ്റി വെക്കാം. ഓക്കെ, കോബിൾസ്റ്റോൺ ബിൽഡ് സ്മെൽറ്റ് ചെയ്തിട്ട് വെക്കാൻ. പക്ഷേ സ്മെൽറ്റ് ചെയ്യാൻ മറ്റേ ഇതില്ല, സ്മെൽറ്റ് അല്ല, എന്താ പോളിഷ് ചെയ്യാൻ സ്റ്റോൺ കട്ടർ ഉണ്ടാക്കണം. ഇനി ഇവിടെ സ്റ്റെയർ കേസും കൂടെ വെച്ചാൽ മതി ഗൈസ്. ഇത് നമ്മുടെ സൂപ്പർ സ്മെൽറ്റർ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. സ്റ്റെയർ കേസ് വേണ്ട, സ്ലാബ് വെക്കാം ഗൈസ്, അതാണ് നല്ലത്. അതിനകത്ത് വെക്കുന്ന കാര്യം നമ്മൾ അടുത്ത എപ്പിസോഡിലാണ് ഗൈസ് ചെയ്യുന്നത്. 84 ഉണ്ടാക്കാം, ഒരു സ്റ്റാക്ക് ഇരിക്കട്ടെ. Guys, വെക്കണം ഗൈസ്. ഇതാണ് ഗൈസ് ഇടയ്ക്കുള്ള പ്രശ്നം, വെക്കാൻ പാടില്ല. ഞാൻ മേടിച്ചു ക്രീപ്പർ വന്ന് കൊടുത്തിട്ടാണ്, അത് നമുക്ക് ഫിക്സ് ചെയ്യാം. ഞാൻ കേട്ടില്ല കൈ സൗണ്ട്, അത് അറസ്റ്റ് ചെയ്യും. നമ്മൾ വെച്ചത് തെറ്റിപ്പോയി കൈസ്, ഇതിവിടെ വേണ്ട. നമ്മൾ ഈ ഡിസൈനിൽ വെക്കുന്നത്
ഇതിവിടെ വെച്ചിട്ട് ഇനി ഇത് പൊട്ടിക്കാം. കണ്ടില്ല, ഇങ്ങനെ അങ്ങ് വെക്കാം. ഇപ്പൊ ശരിയായിട്ടുണ്ട്. കണ്ടില്ലേ, സൂപ്പർ സ്മെൽറ്റർ. നമുക്കിനി മേളിലും കൂടെ വെക്കണം. മേളിലും കൂടെ വെക്കാം. ഗൈസ്, നമ്മുടെ ഗെയിം അങ്ങനെ ക്രാഷ് ആയി പോയി ഗൈസ്. ആപ്പല്ല, ഗെയിമാണ് ക്രാഷ് ആയത്. അപ്പം നമ്മുടെ ഗെയിം ഇപ്പോൾ ലോഡ് ആവുന്നുണ്ട്. ഇപ്പോൾ തന്നെ ലോഡാവും. ചിലപ്പോൾ സർവൈവ് കാണിക്കാം. ഓക്കെ, നമ്മൾ സൂപ്പർ സ്മെൽറ്ററിൻ്റെ എന്തോ ഫ്ലോ ചെയ്യാൻ പോയതാണ്. അപ്പോഴാണ് ഗെയിം ക്രാഷ് ആയത്. ഇത് കണ്ടോ, നമ്മുടെ കിടിലം ബഗ്ഗല്ല, ഞാൻ വെച്ചതാണ്. ഉടനെ കണ്ടുപിടിച്ച് ഗൈസ്, ക്രാഷായ ഉടനെ. ഓക്കെ, നമുക്കിനി ഇത് ബിൽഡ് ചെയ്യാം. പക്ഷെ ഇത് കണ്ടിട്ട് വീണ്ടും എനിക്കെന്താ ഇങ്ങനെ. ഇത് കളയാം, കാണാൻ എന്തോ പോലെ. ഇത് കളയാം, ഇതും കളയാം. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെക്കണം. ബ്ലോക്ക് ലാഭിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത്. എൻ്റെ വീഡിയോ കാണാൻ മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗായ്സ്, അവിടെ ഇത് പോയി വരുന്നുണ്ട്. അടുത്ത നമുക്ക് പോളിഷ് ചെയ്തിട്ടുണ്ടാക്കാം. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ അവിടെ സ്മെൽറ്റർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ട ചെറിയൊരു വീട് പോലുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് ഗൈസ് നമ്മുടെ സ്മെൽറ്റർ. ഇവിടെ ടോർച്ചും കൂടെ വെച്ചേക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് നോർമൽ സ്മെൽറ്റർ ആണ്. ഇവിടെ വന്നാണ് നമ്മൾ സ്മെൽറ്റ് ചെയ്യുന്നത്. ഒരു കഥവും കൂടെ വെച്ചേക്കാം. നമ്മുടെ ഈ ചിക്കൻ ഫാമിനകത്ത് എന്തെങ്കിലും 8 എണ്ണമായി ഗൈസ്. ഓക്കെ കഥ കൊണ്ടല്ലോ ഇതില്. ജസ്റ്റ് കഥകില്ല ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, വില്ലേജിൽ നിന്ന് അടിച്ചു മാറ്റാം. വില്ലേജ് അല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഈ ആ വീട് കാണുന്ന വീടിൻ്റെ കഥ അങ്ങ് എടുത്തുകൊണ്ട് പോകാം. കഥക് എടുക്കാം. നമ്മുടെ കൈ കഥ എടുത്തിട്ടുണ്ട്. നമ്മൾ കയ്യിൽ മൊത്തം സാധനങ്ങളാണല്ലോ ഗൈസ്. നമ്മുടെ സ്മെൽറ്റർ ഉണ്ട്. പിന്നെ വേറെ കാര്യം, നമ്മുടെ ഷെയ്ഡർ ഓഫായി പോയി. ഞാൻ പറഞ്ഞില്ലേ ഗ്രീൻ ക്രാഷ് ആയ കാര്യം. അതിൻ്റെ കൂടെ ഷെയ്ഡറും കൂടെ ഓഫായി. ഇവിടെ വെക്കുന്നു. നമ്മുടെ സൂപ്പർ സ്മെൽറ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സൂപ്പർ സ്മെൽറ്റർ ഇഷ്ടപ്പെട്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇൻവെൻ്ററി ക്ലീൻ ചെയ്യാം. ഫുഡ് എപ്പോഴും കൈ വേണം. ഈ ബണ്ടിലും പിക്കാസിൻ്റെ കഴിക്കണം, ബാക്കിയൊന്നും വേണ്ട. അയണൊക്കെ ഇനി സ്മെൽറ്റ് ചെയ്യാനുള്ളതാണ് ഗൈസ്. ഓക്കെ, ഇത്രയൊക്കെ ഇരിക്കട്ടെ. ഇതെന്താ നമുക്ക് ആവശ്യം വരും ഫ്യൂച്ചറിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. അതുവരേക്കും ബൈ.